അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ദ മോളിക്യൂൾ അയോൺ വിത്ത് സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. സ്ക്വയർ പിരമിഡൽ ഷേപ്പ് ഏതിനാണെന്ന് ചോദിച്ചിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം NiCN 4 - ആണ്. സൈനോ കോംപ്ലക്സ് ആണ് നിക്കലിൻ്റെത്. നിക്കൽ അറ്റോമിക് നമ്പർ 28 ആയതുകൊണ്ട് വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതണം? ഇറ്റ് ഈസ് 3D8 4s2. ഇവിടെ കോമ്പൗണ്ടിൽ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണല്ലോ. അതുകൊണ്ട് 3D8 എന്നുള്ളതാണ് നിക്കലിന്റെ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ അതിനെ വരച്ചു കാണിച്ചാൽ 3D4s 4p. അപ്പോൾ 1 2 3 4 5 6 7 8 ഇങ്ങനെ വേണം നമ്മൾ കാണിക്കാൻ. കാരണം ഹാഫ് ഫില്ല് ചെയ്തിട്ടാണ് പെയറിങ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ദിസ് ഈസ് എ കേസ്. എന്നാൽ CN- എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ പെയറിങ് നടക്കുന്നു. പെയറിങ് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇനി കിട്ടുന്ന സിസ്റ്റത്തിൽ ഡി ഓർബിറ്റൽ വേക്കൻ്റ് ആയി. വേക്കൻ്റ് ആയിരിക്കുന്ന ഡി ഓർബിറ്റലും എസും 2p കൂടി ചേർന്നാൽ DsP2 ഹൈബ്രിഡൈസേഷൻ കിട്ടുന്നു, വിച്ച് ഗിവ്സ് യു സ്ക്വയർ പ്ലേനാർ. പെട്ടെന്ന് എടുത്തു ചാടി സ്ക്വയർ പ്ലേനാർ ആണ് ചോദ്യം എന്ന് വിചാരിച്ച് ഓപ്ഷൻ എ എഴുതാൻ പാടില്ല. ചോദ്യം സ്ക്വയർ പ്ലേനാർ അല്ല, സ്ക്വയർ പിരമിഡൽ ആണ്. സോ ദാറ്റ് ഈസ് നോട്ട് യുവർ ആൻസർ. PCl5 നമ്മൾ എടുക്കുന്നു. PCl5 നോർമൽ, ആദ്യത്തത് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. യു വാണ്ട് ടു നോ ദി ഹൈബ്രിഡൈസേഷൻ. PCl5 കോമൺ ആയിട്ടുള്ള നോർമൽ ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്, ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആണ്. ആൻഡ് യു ക്യാൻ ഗോ ഫോർ ദി നോർമൽ റൂൾ യു ഹാവ് സ്റ്റഡീഡ് ഇൻ കെമിക്കൽ ബോണ്ടിങ്. PCl5ന്റെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ PF5ന്റെ സ്ട്രക്ചർ സിമിലർ ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഇവരുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് ആദ്യം കണ്ടുപിടിക്കുക. ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നമുക്ക് അതൊരു 15th ഗ്രൂപ്പ് ആയതുകൊണ്ട് 5 ഇലക്ട്രോൺസ് ഉണ്ട്. സോ വാലൻസ് ഷെല്ല് 5 ആണ്. സറൗണ്ടിങ് ആയിരിക്കുന്ന മോണോവാലന്റ് ആറ്റംസ് എന്ന് പറഞ്ഞ 5 ക്ലോറിൻ അല്ലെങ്കിൽ 5 ഫ്ലൂറിൻ, 5 പേരുണ്ട്. അപ്പൊ 5 ഇലക്ട്രോൺ പെയർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിൽ തന്നെ 5 പേരും ബോണ്ട് പെയേഴ്സ് ആണ്. കാരണം 5 ക്ലോറിൻ അല്ലെങ്കിൽ 5 ഫ്ലൂറിൻ വരുമ്പോൾ 5ഉം ബോണ്ടഡ് ആയിരിക്കുന്ന ഇലക്ട്രോൺ പെയേഴ്സ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് sp3d ഹൈബ്രിഡൈസേഷൻ ഓർ യു ഗെറ്റ് ആക്സിയൽ ഇക്വറ്റോറിയൽ അറേഞ്ച്മെന്റ് വെച്ച് നമുക്ക് കിട്ടുന്നത് ട്രയഗണൽ ബൈ പിരമിഡൽ ജിയോമെട്രി ആയിരിക്കും. അതുകൊണ്ട് 2ഉം 4ഉം നമുക്ക് ആൻസർ വരില്ല. യുവർ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ 3. ഓപ്ഷൻ 3 നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. യു ഹാവ് BrF5. BrF5ന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ബ്രോമിൻ ആണ് സെൻട്രൽ ആറ്റം. 17th ഗ്രൂപ്പ് ആയതുകൊണ്ട് 7 വാലൻസ് ഇലക്ട്രോൺ. ചുറ്റും 5 ഫ്ലൂറിൻ ഉള്ളത് കൊണ്ട് 5 മോണോവാലന്റ് ആറ്റം. ബൈ 2 നമ്മൾ ചെയ്യാണ്. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് 12/2 6ആണ്. അതിൽ തന്നെ 5 എണ്ണം മാത്രമേ ബോണ്ട് പെയർ വരുള്ളൂ. കാരണം BrF5ല് 5 എണ്ണം ഫ്ലൂറിൻ ഉള്ളൂ, ബാക്കിയുള്ളത് ലോൺ പെയർ ആയിരിക്കും. സോ ഒരാൾ ലോൺ പെയർ ആയിരിക്കണം. അങ്ങനെ 5 1 എന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 6 ഇലക്ട്രോൺ പെയേഴ്സ് ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ഒക്ടാഹെഡ്രൽ ജിയോമെട്രി ആണ് കൊടുക്കേണ്ടത്. അതിൽ തന്നെ ഒരാള് ലോൺ പെയർ ആണ്. സോ ഇറ്റ് ഈസ് സ്ക്വയർ പിരമിഡൽ ജിയോമെട്രി എന്ന് നമുക്ക് പറയാം. അങ്ങനെ BrF5 ആണ് സ്ക്വയർ പിരമിഡൽ ജിയോമെട്രിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് കെമിക്കൽ ബോണ്ടിങ്ങിന്റെയും കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെയും മിക്സ് ആയിട്ട് നമുക്ക് പറയാം. കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള മെത്തേഡ് വഴിയാണ് ബാക്കിയുള്ളതിൻ്റെ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.